എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 82 ഇന്ന് ആരംഭിക്കുന്നു. ആ കുചേലവൃത്തം കഥ പറഞ്ഞതിന് ശേഷം ഭാരതയുദ്ധത്തിന് മുമ്പേ നടന്ന ഒരു കഥ പറയുകയാണ് ശ്രീ ശുകബ്രഹ്മർഷി. ഇത് മുതല് 3 അധ്യായം കൊണ്ട് ഭഗവാന്റെ തീർത്ഥയാത്ര വൃത്താന്താണ് പറയണത്. അപ്പൊ ഈ തീർത്ഥയാത്ര എന്തിനു വേണ്ടിയിട്ടാ ഈ തീർത്ഥയാത്ര? അപ്പൊ തീർത്ഥയാത്രയ്ക്ക് ഹേതുവായിട്ടുള്ള സൂര്യഗ്രഹണത്തിനെ പറ്റിയിട്ട് പറയണു. പൂർണ്ണഗ്രാസമുള്ള ഒരു സൂര്യഗ്രഹണം ഉണ്ടായി. അപ്പൊ ഈ ഗ്രഹണ പുണ്യകാലത്തില് തീർത്ഥ സ്നാനാദി സൽക്കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ദ്വാരകയിൽ നിന്നും ശ്രീകൃഷ്ണ ഭഗവാൻ, പിന്നെ അദ്ദേഹത്തിന്റെ പത്നിമാര്, ഉഗ്രസേന ചക്രവർത്തി തുടങ്ങി സകല യാദവന്മാരും സമന്ത പഞ്ചകം എന്ന ആ പരശുരാമ തീർത്ഥത്തില് എത്തി. അപ്പൊ അതേ സമയത്ത് തന്നെ എല്ലാവരും മധുരയിൽ നിന്ന് നന്ദഗോപരും ഗോപന്മാരും യശോദ തുടങ്ങിയിട്ടുള്ള ഗോപസ്ത്രീകളൊക്കെ വന്നിട്ടുണ്ട് സമന്ത പഞ്ചകത്തില്. ഹസ്തിനപുരിയിൽ നിന്നും ധൃതരാഷ്ട്ര, ഭീഷ്മദ്രോണാദികളെ തുടങ്ങിയ വളരെ ആളുകളും കണക്കില്ലാതെ മഹർഷിമാരും തീർത്ഥസ്നാനത്തിന് എത്തിയിട്ടുണ്ട്. ബന്ധുമിത്രാദികളുടെ ഈ കൂടിച്ചേർച്ച എല്ലാവർക്കും ഏറ്റവും സന്തോഷം ഉളവാക്കി. ഗ്രഹണ ദിവസം ആ തീർത്ഥസ്നാനാദി സൽക്കർമ്മങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് എല്ലാവരും അതെല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് ആർക്കും മടങ്ങിപ്പോവാൻ മനസ്സ് വരുന്നില്ല. അങ്ങനെ ഉഗ്രസേനാദി യാദവന്മാരുടെ സൽക്കാരമൊക്കെ ഏറ്റ് എല്ലാവരും ആഹ്ലാദമായിട്ട് വളരെ ദിവസങ്ങള് ഇവിടെ താമസിച്ചു. അത് എന്തുകൊണ്ടാണ്? അത് സച്ചിദാനന്ദ സ്വരൂപിയായ ഭഗവാന്റെ ആ സ്വരൂപ ദർശനം എല്ലാവർക്കും അത് അത്യന്തം പ്രിയകരമായെന്ന് മാത്രമല്ല, മോക്ഷരസം കൂടി അവർ അനുഭവിച്ചു എന്നാ പറയുന്നത്. വസുദേവര് നന്ദഗോപരെ മാറോട് ചേർത്ത് ആലിംഗനം ചെയ്ത് ആനന്ദാശ്രുവിൽ ആറാടി. രോഹിണി, ദേവകി തുടങ്ങിയവരൊക്കെ യശോദാദേവി ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്തുകൊണ്ട് പറഞ്ഞു, അല്ലയോ വ്രജേശ്വരി, നിങ്ങളോട് ഞങ്ങൾക്കുള്ള കടമ ഒരു കാലത്തും എന്ത് ചെയ്താലും തീരില്ല. സ്വന്തം കുട്ടികളെ പോലെ രാമകൃഷ്ണന്മാരെ വളർത്തി തന്നില്ലേ നിങ്ങള്? എന്തുപകാരം ചെയ്താലാ നിങ്ങൾക്ക് ആ കടമ ഞങ്ങൾക്ക് തീരും? ഈ സമയത്ത് അടുത്തു വന്ന രാമകൃഷ്ണന്മാരെ യശോദ മടിയിൽ വെച്ച് ആനന്ദാശ്രുക്കൾ കൊണ്ട് അങ്ങനെ അഭിഷേകം ചെയ്യാണ്. കണ്ടു നിൽക്കുന്നവരെല്ലാം ഈ കാഴ്ച കണ്ട് പുളകമണിഞ്ഞു. യശോദ 11 വയസ്സില് കൃഷ്ണൻ മധുരയിലേക്ക് പോയതാ, പിന്നെ വൃന്ദാവനത്തിലേക്ക് പോയിട്ടേയില്ല. ഇപ്പോ ശ്രീകൃഷ്ണ ഭഗവാനെതിരെ മുത്തശ്ശനായി, വിവാഹം കഴിഞ്ഞ് മക്കളായി, മക്കളുടെ മക്കളായി. ആ സമയത്താണ് യശോദ പിന്നെ ശ്രീകൃഷ്ണനെ കാണുന്നത്, യശോദയുടെ കണ്ണനെ കാണുന്നത്. അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ട് എനിക്ക്, പണ്ടത്തെ മാതിരി ഒന്ന് മടിയിൽ വയ്ക്കണം രാമനെയും കൃഷ്ണനെയും എന്ന് യശോദ പറഞ്ഞു. വേഗം ചെന്ന് മടിയിലിരുന്ന് പിടിച്ചിങ്ങനെ മൂർധാവില് ചുംബിക്കാണ് യശോദ. പാവം യശോദാദേവി അല്ലേ. ഭഗവാന്റെ പത്നിമാരെ, കൗരവ സ്ത്രീകളെ തുടങ്ങിയവരൊക്കെ എല്ലാവരും അന്യോന്യം കുശലം പറഞ്ഞു. ഈ സമയത്ത് ഗോപസ്ത്രീകൾ വന്നിട്ടുണ്ട്. ഭഗവാൻ അവിടെ വന്നു എന്ന് അറിഞ്ഞിട്ട് ഗോപസ്ത്രീകൾക്ക് ദർശനം കൊടുക്കുകയാണ്. അവരെ ഒരു വിജന സ്ഥലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഭഗവാൻ. എന്നിട്ട് അവർക്ക് ജ്ഞാനോപദേശം കൊടുത്തു. കൃതാർത്ഥകളായ അവര് ഭഗവാനോട് പ്രാർത്ഥിച്ചു, അല്ലയോ നളിനനാഭ, യോഗീശ്വരന്മാര് പോലും നിന്തിരുവടിയുടെ പാദപത്മങ്ങൾ ഹൃദയത്തിൽ പ്രകാശിച്ചു കിട്ടാൻ മോഹിക്കണു. സംസാരമാകുന്ന ഈ പൊട്ടക്കിണറ്റിൽ വീണ് വിഷമിക്കുന്നവർക്ക് ഈ പാദം മാത്രമാണ് താപശാന്തിക്ക് ഏക അവലംബം. അങ്ങനെയുള്ള നിന്തിരുവടിയുടെ ഈ പാദപത്മങ്ങള് ഗൃഹത്തിൽ ജീവിക്കുന്നവരാണെങ്കിലും ഞങ്ങൾക്ക് എല്ലായ്പ്പോഴും കാണാൻ സാധിപ്പിച്ചു തരണേ. ശ്രീകൃഷ്ണ പ്രേമികളായ അവരെ ഭഗവാൻ പൂർണ്ണമായിട്ടും അനുഗ്രഹിച്ചു. അഥ ശ്രീമദ് ഭാഗവത ദശമസ്കന്ധ 80-തമോധ്യായ. ഓം നമോ ഭഗവതേ വാസുദേവായ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേ സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തി പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം
അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പ ശരണം. കഥാമയും ഭാഗവതാഭിധാനാം ഹരേ തനും തേ ചരിതൈ ത്വദീയൈ യഥാമതി ത്വത്പരിതോഷകാമസ്തൗമി പ്രസീദ അച്യുത മാരുതേശ. ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഗംഗണപതയേ നമഃ. സംസരസ്വത്യൈ നമഃ. ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീശുക ഉവാച അധൈകദാ ദ്വാരവത്യാം വസതോ രാമകൃഷ്ണയോ സൂര്യോ പരാഗസ്സു മഹാൻ ആസീത് കൽപക്ഷയേ യഥാ. രാജസൂയത്തിനു മുമ്പാണ്. ബലരാമസ്വാമി വൃന്ദാവനത്തിൽ പോയതിനു ശേഷമുള്ള ഒരു സമയത്ത് ഭഗവാൻ ശ്രീകൃഷ്ണനും ബലരാമനും മധുരാപുരിയിൽ നിന്ന് ദ്വാരകയിൽ വന്ന് താമസിക്കുമ്പോ ഒരു ദിവസം കൽപ്പകാലം അടുത്തിട്ടുള്ള അവസരത്തിൽ എന്ന പോലെ ഏറ്റവും മഹത്തായ ഒരു സൂര്യഗ്രഹണം ഉണ്ടായി. തം ജ്ഞാത്വാ മനുജാരാജൻ പുരസ്താദേവ സർവദാ സമന്ത പഞ്ചകം ക്ഷേത്രം യയു ശ്രേയോ വിധിൽസയാ. ശ്രീ ശിവബ്രഹ്മർഷി പറയണു, ഹേ രാജൻ, അങ്ങനെ പൂർണ്ണമായ ഒരു സൂര്യഗ്രഹണം ഉണ്ടാവാൻ പോകുന്നു എന്ന് ജ്യോതിശാസ്ത്രം അറിയുന്നവര് മുമ്പ് തന്നെ പറഞ്ഞറിഞ്ഞു. അപ്പൊ ജനങ്ങള് പല ഭാഗത്തു നിന്നും ഗ്രഹണദോഷം പരിഹരിച്ച് ശുഭാവൃത്തി വരുത്താനുള്ള പുണ്യകർമ്മങ്ങൾ നടത്തണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി കുരുക്ഷേത്രത്തില് വന്നു ചേർന്നു. നിക്ഷത്രിയാം മഹീം കുറുവൻ രാമശസ്ത്രഭൃതാം വര നൃപാണാം രുധിരൗഘേണ യത്ര ചക്രേ മഹാഹൃദാൻ. അപ്പൊ ഈ സമന്ത പഞ്ചകം എന്ന ഈ ക്ഷേത്രസ്ഥാനത്തിലേക്ക് വരാൻ എന്താ കാരണം? അതിന്റെ പ്രത്യേകത, അതിന്റെ ആ പുണ്യം വർദ്ധകമായിട്ടുള്ള സ്ഥലമാണെന്ന് സൂചിപ്പിക്കാനായിട്ട് ആ സമന്ത പഞ്ചകത്തിനെ പറ്റിയിട്ട് 2 ശ്ലോകങ്ങൾ കൊണ്ട് പറയാം. ബ്രാഹ്മണ ഭക്തിരഹിതരായ ക്ഷത്രിയന്മാരെ ആ ശസ്ത്രധാരികളിൽ വെച്ച് പരമയോഗിനായ പരശുരാമൻ സംഹരിച്ചത് ഇവിടെ വെച്ചാണ്. പരശുരാമൻ വളരെ പേരെ വധിച്ച്, കുറെ ക്ഷത്രിയന്മാരെ വധിച്ചുല്ലോ, ദുഷ്ടരായിട്ടുള്ള ക്ഷത്രിയന്മാരെ, അവരെയൊക്കെ വധിച്ച് ആ പാപം നശിപ്പിക്കാൻ ആ വധിക്കപ്പെട്ട രാജാക്കന്മാരുടെ ചോര കൊണ്ട് തന്നെ അത്രയധികം രാജാക്കന്മാരെ വധിച്ചു. അവരുടെ രുധിരപ്രവാഹത്താൽ ഇവിടെ വലിയ വലിയ കുളങ്ങള്, ഹൃദങ്ങള് നിർമ്മിച്ചു. ഈജേജ ഭഗവാൻ രാമോ യത്രാസ്പൃഷ്ടോ വികർമ്മണ ലോകസ്യ ഗ്രാഹയന്നീശോ യഥാന്യോ ഭാവനുത്തയേ. അങ്ങനെ ശ്രീ പരശുരാമൻ ലോകഹിതത്തിന് വേണ്ടി മാത്രം കർമ്മം ചെയ്യാനായിട്ട് അവതരിച്ച മഹാപുരുഷനാണ്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം ചെയ്ത ആ ക്ഷത്രിയവധം നിമിത്തം പാപമൊന്നും അദ്ദേഹത്തിന് ഇല്ല. ശരിക്കും പരശുരാമൻ ലോകഹിതത്തിന് വേണ്ടി മാത്രം കർമ്മം ചെയ്യാനായിട്ട് അവതരിച്ച മഹാപുരുഷനായതുകൊണ്ട് അദ്ദേഹം ചെയ്ത ക്ഷത്രിയവധ നിമിത്തം അദ്ദേഹത്തിന് പാപമൊന്നും ഇല്ല. ജ്ഞാനാദികളായ 6 ഗുണങ്ങൾ തികഞ്ഞവനുമാണ് അദ്ദേഹം. എങ്കിലും ശ്രേഷ്ഠന്മാരെ നടത്തുന്നത് മറ്റുള്ളവർ ആചരിക്കും എന്നുള്ള ആ ന്യായം അടിസ്ഥാനമാക്കി ലോകത്തില് പുണ്യപാപ കർമ്മങ്ങളുടെ യോഗ്യത അയോഗ്യതകളെ അറിയിക്കണം എന്നുള്ള വിചാരം കൊണ്ട് ഈശ്വരനായ പരശുരാമൻ സാധാരണ ഒരാള് ചെയ്യണ വിധം ആ ക്ഷത്രിയവധം നിമിത്തമുണ്ടായ പാപം പരിഹരിക്കാൻ വേണ്ടി ഇവിടെ വന്ന് യാഗം ചെയ്യാണ് ഉണ്ടായത്. അദ്ദേഹത്തിന് പാപമൊന്നുമില്ലെങ്കിലും ഉണ്ടെന്നുള്ള വിചാരം, അദ്ദേഹത്തിന് പാപം ഉണ്ട് എന്നുള്ള വിചാരം ഉള്ളവനെന്ന് ജനങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ പ്രായശ്ചിത്ത കർമ്മങ്ങളൊക്കെ ചെയ്യണം. അങ്ങനെ ആ യാഗം ചെയ്ത സ്ഥലമാണ് ഈ സമന്ത പഞ്ചകം എന്ന തീർത്ഥം. അപ്പൊ അവിടെ തന്നെയാണ് പരശുരാമൻ തന്നെ യാഗം ചെയ്ത് പ്രായശ്ചിത്തം ചെയ്തതാണ് അല്ലെ. അപ്പൊ അത് ഏറ്റവും പുണ്യസ്ഥലമാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് ആ ബഹുജനങ്ങള് ഗ്രഹണ പുണ്യകാലത്തില് സ്നാനാദി പുണ്യകർമ്മങ്ങൾ ചെയ്യാനായിട്ട് വന്നത്.
മഹത്യാം തീർത്ഥയാത്രായാം തത്രാഗൻ ഭാരതീ പ്രജാ വൃഷ്ണയശ്ച തഥാ ക്രൂരവസുദേവാഹുകാദയ. ഈ പുണ്യകാലത്തില് ഭാരതവർഷത്തെ പല ഭാഗത്തുള്ള നിവാസികള് ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അക്രൂരൻ, വസുദേവര്, ആഹുകൻ മുതലായിട്ടുള്ള വൃഷ്ണി വർഗക്കാരും വന്നു ചേർന്നു. യയുർഭാരത തൽക്ഷേത്രം സ്വമഖം ക്ഷവൈഷ്ണവ ഗദപ്രദ്യുമ്ന സാമ്പാദ്യ സുചന്ദ്രശുഖസാരണൈ ആസ്തേ അനിരുദ്ധോ രക്ഷായാം കൃതവർമാ ചയൂഥപ. അപ്പൊ അക്രൂരാദികളൊക്കെ വന്നു എന്ന് പറഞ്ഞുല്ലോ. അപ്പൊ അക്രൂരാദികള് ഗദൻ, പ്രദ്യുമ്നൻ, സാമ്പൻ ഇവരും അവരവരുടെ പാപങ്ങള് സ്നാനാദികളെ ക്ഷയിപ്പിക്കാനായിട്ട് ആ സമന്ത പഞ്ചക തീർത്ഥത്തിൽ കരയില് വന്നിട്ടുണ്ട്. രുക്മിണീപുത്രനായ ചാരുചന്ദ്രൻ, ശുകൻ, സാരണൻ ഇവരോടുകൂടി അനിരുദ്ധൻ ആ നഗരത്തിന്റെ പരിപാലകനായിട്ടും കൃതവർമാവ് സൈന്യാധിപനായിട്ടും ഇരുന്നു. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.